തുടർന്ന് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ സ്മരണ സമിതിയുടെ സെക്രട്ടറി കലാമണ്ഡലം പ്രദീപ്. സദസ്സിലിരിക്കുന്ന മാന്യരെ, ഗോപാലകൃഷ്ണ സ്മരണ സമിതി 17ാമത്തെ വർഷമാണ്. ആ വർഷത്തിൽ കേരളത്തിലുള്ള ദുഃഖം ഇപ്പോഴും ഞങ്ങൾ ശിഷ്യർ വിട്ടു മാറിയിട്ടില്ല. അതിനിടയിൽ ഒരു ഭീകരമായ മറ്റൊരു വിഷയത്തിലേക്ക് നയിച്ച ഒരു 7 ദിവസങ്ങളാണല്ലോ കഴിഞ്ഞത്. കഥകളിയുടെ മൊത്തം ജീവനായിരുന്ന ഞങ്ങളുടെ ബാലസുന്ദര കഥകളി ചന്ദ്രവാദന വിദ്വാൻ എന്ന് പറയാൻ വിശേഷിപ്പിക്കാൻ പ്രാപ്തിയുള്ള ബാലസുന്ദരൻ ഇതിനത്തിന് 7ാം ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ വിശ്രാന്തിക്ക് വേണ്ടി ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഒരു 2 സെക്കൻഡ് ഒരു മൗനം പ്രാർത്ഥന. ആശാന്യാനുഷ്ഠാനം ആദ്യം ശ്രീകൃഷ്ണപുരത്തും പിന്നീട് ചെറുതുരുത്തിയിലും ഇടയിലെ ഈ ദിവസം, അതായത് ഫെബ്രുവരി 27 എന്ന ദിവസം വരുന്നത് ചിലപ്പോൾ ശിവരാത്രി ദിവസം. ആ വന്നിട്ടുള്ള ഒരു 2-3 വർഷങ്ങൾ വീണ്ടും പല സ്ഥലങ്ങളിലുമായിട്ട് നടത്തപ്പെട്ടിരുന്നത്. കഴിഞ്ഞ വർഷം മുതൽ 24 വർഷമാണ് ആശാന്റെ അനുസ്മരണം ഫെബ്രുവരി 27 നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ അനുസ്മരണ യോഗത്തിന് ഉദ്ഘാടനം ചെയ്യാം എന്നേറ്റിട്ടുള്ള DVCക്ക് പെട്ടെന്ന് തൃശ്ശൂരിലുള്ള ഒരു ഓൾ കേരള ഇഫോക്കിൻ്റെ ഭാഗമായിട്ടുള്ള പെട്ടെന്ന് മീറ്റിംഗ് വന്നു. അതിൻ്റെ ഭാഗമായി ആയിട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഉദ്ദേശിച്ച 1-2 ആൾക്കാരുടെ പ്രധാനിയായിട്ടുള്ള അദ്ദേഹത്തിന് വരാൻ പറ്റില്ലെന്നു. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കോട്ടയത്തിൽ TS മാധവൻ സാറാണ്. അദ്ദേഹത്തിന് കുറച്ചും കൂടി വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് മീറ്റിങ്ങിനുള്ള കഴിവുള്ളതുകൊണ്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു വിഷയമൊന്നുമില്ല. ഈ അനുസ്മരണത്തിലെ ഏകദേശം ആദ്യം പങ്കെടുത്തിട്ടുള്ള മറ്റെല്ലാവരും ഇന്നുകൂടെ പങ്കെടുക്കുന്നുണ്ട്. അതിലെനിക്ക് വലിയ സന്തോഷവും സമാധാനവും ഉണ്ട്. ഈ അനുസ്മരണം തുടർന്നു നടന്നു പോകണം എന്നുള്ളൊരു ചിന്ത അത് വല്ലാതെ അടക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം എല്ലാവരും തിരക്കുകളാണ്. സ്വന്തം തിരക്കുകൾ മാറ്റി വെച്ച് എത്താൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ സർവത്ര ബുദ്ധിമുട്ടിക്കുന്നത്.
അപ്പോൾ അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതിനെ കുറിച്ചൊന്ന് ആലോചിക്കണം എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ കുറച്ചായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനത് 14 സംസാരിച്ചു നടക്കുന്നു. ശാശ്വത പരിഹാരം ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ അനുസ്മരണ യോഗത്തിലേക്ക് അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന കലാമണ്ഡലം ഭരണാരായണനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഗോപാലകൃഷ്ണന്റെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് നമുക്ക് സുപരിചിതനായിട്ടുള്ള കഥകളി സംഗീതത്തിൻ്റെ ഒരു തലവറ എന്ന് പറയാവുന്ന പാലനാട് ദിവാകരനാണ് മാഷി ഈ അനുസ്മരണ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ചൊല്ലിക്കാത്ത പുരസ്കാരമാണ്. ആ പുരസ്കാരം സമർപ്പിക്കാൻ കൂടി ഉദ്ദേശിച്ചാണ് നമ്മൾ VC മാധവന്റെ സാധനം ക്ഷണിച്ചിരുന്നത്. അവരുടെ അസൗകര്യത്തിൽ അസാന്നിധ്യത്തിൽ തത്സമയത്താണെങ്കിലും ആ ദൗത്യം ഏറ്റെടുത്ത് ചെയ്യാമെന്നുള്ള അംഗീകാരം സമയത്ത് അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ചുരിയാര പുരസ്കാരം ഈ വർഷം ലഭിച്ചിട്ടുള്ള ചെണ്ട കഥകളി ചെണ്ട വിദ്വാൻ കോട്ടയ്ക്കൽ പ്രസാദനാണ്. അവിടുത്തെ ചെണ്ട വിഭാഗം മേധാവി കൂടിയായ കോട്ടയ്ക്കൽ പ്രസാദനെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ രാജാനന്ദനാണ്. ഔദ്യോഗികമായി KD രാജാനന്ദനെയും ഞാൻ യോഗത്തിൽ സ്വാഗതം ചെയ്തു. മറ്റൊരു പ്രത്യേകത, ആശാനെ കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. സൗത്ത് കൊറിയയിൽ നിന്നും വന്ന് കേരളത്തിൻ്റെ സംസ്കാരവും കേരളത്തിൻ്റെ സ്വന്തം ഭാഷയും കേരളത്തെയും ഇതിലൊട്ടുപരി കലാമണ്ഡലം ഗോപാലകൃഷ്ണ ശൈലിയും മാനസികമായി ഉൾക്കൊണ്ട് പഠിച്ച് ഒരു അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യ അവരുടെ അവരെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ചുരിയാട്ട പുരസ്കാര ജേതാവായിട്ടുള്ള ശ്രീ പ്രസാദനെ ഞാൻ യോഗത്തിലേക്ക് ഭദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിട്ടുള്ള മറ്റ് സഹോദരരായ സർവ്വരെയും ആശയുടെ കുടുംബത്തെയും സർവോപരികൾക്ക് മറ്റ് എല്ലാ സൗകര്യങ്ങളും ചേരുന്ന കുഞ്ഞുനാ ട്രസ്റ്റിൻ്റെ എല്ലാ കമ്മിറ്റിക്കാരോടും ശബ്ദവും വെളിച്ചവും തരുന്ന അവരുടെ നമുക്ക് തന്നിരിക്കുന്നവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത കൂടി നിർവഹിക്കുന്നത് കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ അനുസ്മരണ സമിതിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പ്രിയങ്കരനായ കലാമണ്ഡലം ഭരണാരായണനാണ്. നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വേദിയും സദസ്സിലിരിക്കുന്ന മഹത്വത്തിലെ എൻ്റെ ഗുരുനാഥനുമായിട്ടുള്ള കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ അനുസ്മരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. നേരത്തെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ പോലും ഈ സന്ദർഭത്തിലും വേദനകൾ വിട്ടുമാറുന്ന ഒരു സ്ഥിതിയിലാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം ഞങ്ങളുടെ പിന്നണിയിൽ ഒരുപാട് ഒരുപക്ഷെ അരങ്ങേറ്റം മുതൽ ലാസ്റ്റ് എൻ്റെ വിഷയത്തിലൂടെ പഞ്ചരപത്രത്തിലെ ഉത്ഭവരാവണമെന്ന് പല സുന്ദരൻ ഈ അരങ്ങിലെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം ഞങ്ങളെ ഒരു ഷോക്കായിട്ടാണ് ഞങ്ങളെപ്പോഴുള്ളവർക്ക് മുന്നിൽ നടക്കുന്നത്. എങ്കിലും വിധിയെ കേൾക്കാൻ ആർക്കും സാധ്യമല്ല.
ആദ്യമായിട്ട് പറയേണ്ടത് ഈ അനുസ്മരണം ഈ ട്രസ്റ്റിൽ വെച്ച് നടത്താൻ അനുവാദം തന്ന ഈ ട്രസ്റ്റ് ഭാരവാഹികളോട് ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദിയാണ് ഈ അനുസ്മരണം സമിതിക്ക് വേണ്ടിയും പറയുന്നത്. ഇങ്ങനെ ആവശ്യം ഇവരുടെ മുന്നിൽ വെച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ട്രസ്റ്റിന്റെ പരിപാടിയിൽ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടി ഞങ്ങളോടുകൂടെ എല്ലായ്പ്പോഴും സഹകരിക്കുന്ന ഈ ഭാരവാഹികളോട് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാൻ. ആശാനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ബാലസുന്ദരത്തിനെ കഥ പറഞ്ഞ പോലെ അകാലത്തിൽ ഒടുങ്ങി പോയ ഒരു ഗുരുനാഥനായിരുന്നു കലാമണ്ഡലം ഗോപാലകൃഷ്ണദാസ്. ഒരുപക്ഷെ ഞാൻ കലാമണ്ഡലത്തിൽ ചേർന്ന കാലത്ത് 2ാം വർഷത്തിലാണ് ആശാന്റെ കളരിയിൽ ചേർന്നത്. ആ ചെന്ന കാലം മുതൽ അവിടെ കളരിയിൽ പോകുന്നത് വളരെ ഭയത്തോടുകൂടിയാണ് ആ വർഷം കഴിച്ചു കൂടിയത്. ഊണും ഉറക്കമില്ലാത്ത കാലങ്ങളായിരുന്നു. കർക്കശക്കാരനായ ഒരു നല്ല അധ്യാപകനായിരുന്നു ഗോപാലകൃഷ്ണദാസ്. എല്ലാ വിദ്യാർത്ഥികളെയും കഥകളി പഠിപ്പിക്കുന്നത് വൃത്തിയുടെ കാര്യത്തിലാവട്ടെ നിഷ്കർഷയുടെ കാര്യത്തിലാവട്ടെ എല്ലാത്തിനും വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് കോട്ടങ്ങൾ തീർത്ത് പഠിപ്പിക്കുന്നതിൽ അധികരണ്യനായിരുന്നു ശ്രീ ഗോപാലകൃഷ്ണദാസ്. ഈ പറഞ്ഞ പോലെ വിധിയെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആശാൻ നേരത്തെ തന്നെ നമ്മളെ വിട്ടുകരെ പിരിയിരിക്കുന്നു. ഒരുപാട് നല്ല വിഷയങ്ങൾ ആശാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഇന്നും ഒരു ആദ്യവസാനക്കാരനായി നമ്മളെ കൂടെ ഉണ്ടാവുന്ന കലാകാരനായിരുന്നു ആശാൻ. ഒന്നിനും അധികം മോഹങ്ങളൊന്നുമില്ലാതെ ജീവിച്ച ഒരു കലാകാരനാണ് ആശാൻ. പ്രത്യേകിച്ച് വേഷത്തിന്റെ കാര്യത്തിലല്ല അത്ര വേഷം കെട്ടണമെന്നോ അല്ലെങ്കിൽ എല്ലാ അരങ്ങിലും പോയിട്ട് തന്റെ കല അവതരിപ്പിക്കണമെന്നോ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും ഇല്ലാതെയാണ് അദ്ദേഹത്തിന്റെ കലാജീവിതം മുന്നോട്ട് പോയത്. പക്ഷേ ഒരുപക്ഷെ കലാഭാഷനെ പോലെ കളരിയുടെ കാര്യത്തിൽ വളരെ നിഷ്കർഷക്കാരനായിരുന്നു. ഒരു ഭയവും ഇല്ലാതെയാണ് അന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നത്. ഇപ്പോഴും ആശാന്റെ ചർച്ച എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങളൊക്കെ കലാമണ്ഡലത്തിലെ അധ്യാപകരാണ്. ഒരു ദേശീയതലത്തിൽ നോക്കാൻ പോലും പറ്റാത്ത കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ കാലത്ത് വിദ്യാർത്ഥികളെ എത്ര തല്ലിയ അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഒരു ഭയവുമില്ലാതെ അദ്ദേഹത്തിന്റെ കർമ്മം മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു അധ്യാപകനാണ്. പല ഒരുപക്ഷെ അച്ഛൻ്റെ പല വേഷങ്ങളും ധാരാളം നല്ല വേഷങ്ങൾ കണ്ടിട്ടുണ്ട്. നല്ല ഒരുപാട് ശിഷ്യന്മാരെ ഈ കലാലോകത്തിന് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഈ അനുസ്മരണം ഇനിയുള്ള കൊല്ലങ്ങളിലും വളരെ ഭംഗിയായി നടത്താൻ എല്ലാവരുടെയും മനസ്സ് ഉണ്ടാവണം എന്ന് മാത്രമാകുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൊണ്ട് എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കലാമണ്ഡലം ഗോപാലകൃഷ്ണദാസിനെ അനുസ്മരിക്കുന്നു. നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട പാലനാട് ദിവാകരൻ മാഷാണ്. ക്ഷണിക്കുന്നു. വേദിയിലുള്ള ഇന്ന് അധ്യക്ഷനും ഞാൻ സുബ്രഹ്മണ്യയുടെ പ്രസിഡന്റുമായിട്ട് ഇന്ന് കെ ഗോപാലകൃഷ്ണന്റെ പേരിലുള്ള തുല്യമായ പുരസ്കാരം അർഹനായി ഇന്ന് സ്വീകരിക്കുന്ന കോട്ടക്കൽ PSC നഗരസഭയുടെ ജനവിഭാഗം മേധാവി ശ്രീ കോട്ടക്കൽ പ്രസാദ്, അതുപോലെ തന്നെ എം പി കെ ഗോപാലകൃഷ്ണന്റെ ആദ്യകാല ശിഷ്യയാണ്. എൻ്റെയും ഒരു ശിഷ്യയാണ്. ഞാൻ എൻ്റെ വീട്ടിലുള്ളതിനെ കുറിച്ച് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ
എല്ലാം നിലയ്ക്കും എന്നെക്കുറിച്ചൊന്നും പ്രത്യേകം പറയാം. പിന്നെ ഈ നമ്പരം സ്വാഗതം പറഞ്ഞ പ്രദീപ് അവരച്ചോട്ടി അദ്ദേഹം മുന്നിലിരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുക മറ്റ് ഇവിടെ വന്നിരുന്ന സന്നിഹിതരായിട്ടുള്ള സഹോദരരെ, വാസ്തവത്തിൽ ഈ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ്റെ ഞാൻ ഗോപാലകൃഷ്ണനൊക്കെ വിളിക്കാറുണ്ട്. കാരണം ഞങ്ങൾ ഒരു ജ്യേഷ്ഠ സഹോദരന്മാരെ പോലെ കുറച്ച് പ്രായത്തിൻ്റെ വ്യത്യാസം ഉണ്ട്. ഒരു ജ്യേഷ്ഠനായിട്ട് തന്നെ ഗോപാലകൃഷ്ണൻ വിളിക്കാറുണ്ട്. അപ്പോൾ ഗോപാലകൃഷ്ണൻ വെച്ചാൽ അനുഭവിക്കാത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അനുഷ്ഠാനങ്ങളെ ഞാൻ സംബന്ധിക്കേണ്ടതായിരുന്നു. ശ്രീകൃഷ്ണപുരത്ത് ഈശ്വരപുരത്ത് വെച്ച് അതിങ്ങനെ ആ അനുസ്മരണം, കാരണം അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ ആ ഒരു നിറഞ്ഞു നിൽക്കുന്നത് ദുഃഖത്തിൻ്റെ പ്രതീകമാകുന്ന ഒരു കാരണമായിരുന്നു. ഇപ്പം എല്ലാവരും ഞാൻ പറയുന്നത്, കാരണം അദ്ദേഹത്തിൻ്റെ വേർപാട് അരങ്ങുകളിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വേഷം കണ്ടിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വേഷം പാടിയിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സുഹൃത്തായിട്ടും സഹപ്രവർത്തകനായിട്ടും ഒന്നിച്ച് നീങ്ങിയിട്ടും ഉള്ള ഒരു കാലഘട്ടം അത് മറിഞ്ഞു പോകുന്നൊരു വേർപാട്. അതായിരുന്നു അന്നത്തെ അനുസ്മരണത്തിൻ്റെ ഒരു അന്തരീക്ഷമായിരുന്നു. ഇപ്പം 17 വർഷം കഴിഞ്ഞു. 17ാമത്തെ ചരമദിനമാണ്. നമ്മുടെ ഹരിനാരായണൻ പറഞ്ഞതുപോലെ ഇന്നും അദ്ദേഹം നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിന്ന് നിൽക്കണം, നിറഞ്ഞു നിൽക്കണം. ഇപ്പോൾ ശ്രീ നാരായണൻ അറിയാം, ഒരു 80കളിൽ 90കളിലുള്ള ഇവിടെ ചെറുപ്പശ്ശേരി ഭാഗത്ത് നിന്ന് പറയാം കളികൾ നിറഞ്ഞ അരങ്ങുകൾ ഉണ്ടായിരുന്നതാണ്. നമ്മുടെ കുഞ്ചേട്ടൻ്റെ ഗണപതി സാറിൻ്റെയൊക്കെ കുഞ്ചേട്ടൻ എന്ന് വിളിക്കുക, അദ്ദേഹത്തിൻ്റെ ശ്രമത്തിലെ ഒരു യുവജന സംഘത്തിൻ്റെയൊക്കെ ചെറുപ്പശ്ശേരി എല്ലാ മാസവും കഴിഞ്ഞ് കാറമണ്ണം കഴിഞ്ഞ് മാങ്ങോട് കഴിഞ്ഞ് രാമതല്ലൂർ കഴിഞ്ഞ് ഞാളാകുറിശി കഴിഞ്ഞ് അങ്ങനെ ഈ ഭാഗങ്ങളിലുള്ള കളികളിലുള്ള ഗോപാലകൃഷ്ണൻ ഇല്ലാത്ത വേഷം ആ കളി അരങ്ങളിൽ ഇല്ല. അദ്ദേഹത്തിൻ്റെ ഒരു വേഷം കാണാത്ത കളികളില്ല. അപ്പൊ നമ്മൾ അന്ന് ഒരു 80കൾക്ക് മുമ്പ് അത് പറയാം, 80കളോട് കൂടിയിട്ട് ജൂനിയർ ആയിട്ട് അദ്ദേഹം വേഷം കഴിഞ്ഞിരുന്നത് രാമകൃഷ്ണന്റെ കൂടെ കുശലവന്മാരായിട്ട് ബാലസുബ്രഹ്മണ്യൻ കൂടിയിട്ടുള്ള ആ കുട്ടിത്തരം വേഷം കുശലവന്മാർ കുട്ടിത്തരം വേഷമായിട്ടുള്ള അദ്ദേഹത്തെ പ്രവർത്തി നമ്മളൊക്കെ ഈ കുശലവന്മാരെ കുറിച്ചൊക്കെ ഹനുമാന്റെ കൂടെ കുട്ടിത്തരം വേഷങ്ങൾ പറയാറുണ്ടെങ്കിൽ ഈ ഗോപാലകൃഷ്ണന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ഗോപാലകൃഷ്ണന്റെ പ്രവൃത്തി ഒരു കുട്ടിത്തരം വേഷത്തിന് അതീതമായിട്ടുള്ള ചില അനുഭവങ്ങളുള്ളതാണ്. രാമകൃഷ്ണൻ പറയാം, ആ രംഗത്ത് ചില പ്രത്യേക ചില അനുശീലനങ്ങളൊക്കെ പറയും എന്നൊക്കെ ഉണ്ടാകുന്ന ഒരു ഇതൊക്കെ അധികം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് രാമകൃഷ്ണൻ പറയാറുണ്ട് അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ അതിൽ നിന്ന് മാറിയിട്ട് കുട്ടിക്കാലത്ത് മാറിയിട്ട് ആദ്യവസാനങ്ങളിലേക്ക് അധികം വന്നു. ആദ്യവസാനങ്ങളിലേക്ക് വന്നപ്പോഴാണ് ആ കാലം ഞങ്ങൾക്ക് തോന്നുന്നു. അന്ന് നടന്ന് കളിക്കാവുന്ന കാലം. എന്നെ സംബന്ധിച്ചാണെങ്കിൽ പാടി തുടങ്ങിയ കാലം. ഈ ചെറുപ്പശ്ശേരി ഞാനങ്ങനെ പാടാൻ തുടങ്ങിയിരുന്നു. അന്നൊക്കെ എനിക്ക് പാടേണ്ടി ഗോപാലന്റെ വേഷത്തിനാണ്. വന്നു കഴിഞ്ഞാൽ ആ താനാ പാടാല്ലേ പാടുള്ളൂ ഒരു ധൈര്യം തരും. അന്ന് മിക്കവാറും വെള്ളത്താടികൾ ലവണാസ്തവം
ഇവിടെ ധർമാശ്രമങ്ങളാണ് ധാരാളം. ഈ കുശലവന്മാരെ കെട്ടിയിരുന്ന ഗോപാലനും ഹനുമാനിലേക്ക് വന്നു, വെള്ളത്താടിയിലേക്ക് വന്നു. അന്ന് പിന്നീട് കുശലവന്മാരെ ശിഷ്യന്മാരിലേക്ക് കൊടുത്തു. അങ്ങനെ കുറെ കാലം ആയി കല്യാണ സഹോദരി അങ്ങനെയൊക്കെ. പിന്നെ കത്തിവേഷങ്ങളുടെ അനുഭവങ്ങൾ ഞാൻ പറയും. വെള്ളത്താടി അണിയറയില് അദ്ദേഹം ആ തേപ്പ് കഴിഞ്ഞിട്ട് അവിടെ ഇരിപ്പുണ്ട്. ആള് ഒരു വരുമ്പൊന്നുമില്ല. ആകാര ഹ്രസ്വം അദ്ദേഹം പറഞ്ഞ പോലെ കാക്കശ്ശേരി പട്ടേലിനെ കുറിച്ച് ആഹാരം ഹ്രസ്വം പറയാറ്. പക്ഷെ ഈ ആഹാരം ഹ്രസ്വമാണെങ്കിലും നെറ്റി ആഹാരം അവിടെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നാം ഒരു വല്ലാത്തൊരു എവിടേക്കോ നിറഞ്ഞു നിൽക്കുന്ന കുറെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ചിത്രം ഈ വെള്ളത്താടിക്ക് പോയത്. ചിത്രമുള്ള അദ്ദേഹത്തിന്റെ ആള് വളരെ വലുതെങ്കിലും ആ പ്രവൃത്തി കൊണ്ട് ആ സമുദ്ര ലംഘനത്തിനുള്ള ഒരു താവളം. ഈ താവളമൊക്കെ അദ്ദേഹത്തിന്റെ കളരിയിൽ നിന്ന് മാത്രം കിട്ടിയതല്ല, ജന്മന കിട്ടിയിട്ടുള്ള താവളം. ഗ്രാമീണ പറയാൻ ആ താവളം ഉള്ളതാണ്. പിന്നെ മുദ്രകളുടെ വിന്യാസം, ഞാൻ അദ്ദേഹത്തിന്റെ വേഷങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അത് കണ്ടവർ ധാരാളം. അപ്പൊ അത് ഞാൻ അതിനെക്കുറിച്ചൊന്നും അധികം വരുന്നില്ല. പക്ഷെ അതിൻ്റെയൊരു നമുക്ക് ഇന്ന് കാണുമ്പോഴത്തെ അനുഭവമാണ്. എൻ്റെ ഒന്ന് രണ്ട് അനുഭവം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഞാൻ കുർബാശാനടുത്ത് പഠിച്ചതിന് ശേഷം, അതാണ് ഞാൻ 80കളിലേക്ക് എന്ന് പറഞ്ഞത്. അന്ന് ഗോപാലൻ കലാമണ്ഡലത്തില് ഉണ്ട് സീനിയർ വിദ്യാർത്ഥി അല്ല, അന്ന് സീനിയർ കഴിഞ്ഞ അധ്യാപകരായിട്ട് ഈ പഞ്ചകുമാരന്മാര് പേര് പറയുന്ന ഉദയകുമാർ, ഹരികുമാർ, ജയകുമാർ, കൃഷ്ണകുമാർ, ഇവരുടെ കളരികളിൽ ഞാൻ സ്ഥിരം പാടാറുണ്ട്. ഇവരൊക്കെ ഈ ഗോപാലനായിട്ട് നിരന്തരം ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഈ വിദ്യാർത്ഥി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കും. അങ്ങനെ ഒരു സുഹൃത്ത്, അതേപോലെ ഒരു ജ്യേഷ്ഠ സുഹൃത്ത് എന്നതിലുപരി ചെറിയൊരു ഗുരുനാഥ സ്ഥാനം. കോട്ടയിൽ ഞാൻ പഠിക്കുമ്പോൾ പേടിയെന്ന് പോയി സംഗീതത്തിനെ കുറിച്ച് പറഞ്ഞു തരുന്നു. അതേപോലെ കലാമണ്ഡലത്തില് ഇദ്ദേഹം ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തരും. ഈ പറഞ്ഞതിലൊക്കെ ഒരു തമാശയൊക്കെ പറഞ്ഞു തരും. പക്ഷെ അത് നമ്മൾ ഉൾക്കൊള്ളുന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് റൂമില് താമസ മുറിയിൽ ചെന്നിട്ട് ഈ ഒഴിവ് സമയത്ത് ധാരാളം എനിക്ക് പലതും കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് അദ്ദേഹം ഇത്രയധികം ഇതില് ഉൾക്കൊണ്ടാണെന്ന് മനസ്സിലായത്. സാധാരണ നമുക്ക് അദ്ദേഹത്തിനെ കണ്ടുകഴിഞ്ഞാൽ ഇതൊന്നും അറിയാത്ത ഒരാളാണ് തോന്നാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുറേ കഥകളിയെ സംബന്ധിച്ചും മറ്റ് കാര്യങ്ങളൊക്കെ അറിയും എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത്. ഒരു ദിവസം ഞാനാണെങ്കിൽ അവിടെ ശുദ്ധീകരണത്തിന് സ്കൂളിൽ ലീവെടുത്തോടെ ഒരു കൊല്ലം അവിടെ ചേർന്നു. പത്മനാഭനാരായണന്റെ കളരിയിലാണ് പ്രധാനമായിട്ട്. അന്ന് രാമചന്ദ്രൻ ടെസ്റ്റ് പോയി ഉപേക്ഷ അവർ തിരിച്ചു വന്നപ്പോൾ അവരെ കളരിയിൽ ഞാൻ ശുദ്ധീകരണത്തിന് പാടും. അപ്പോൾ വന്ന് തന്നെ ഇതിൽ പ്രഭാഷണ നിർദ്ദേശപ്രകാരം കളരിയിൽ പാട്ടും പറയും. അങ്ങനെ ഒരു കൊല്ലം ഞാൻ അവിടെ മിക്കവാറും ശുദ്ധീകരണത്തിന് പാടിയിട്ടുണ്ട്. ഈ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പോകാനും പറഞ്ഞു. ദിവാരൻ ഇങ്ങനെ പോയി വരാൻ രാവിലെ അവിടെ എത്തും, വൈകുന്നേരം വീട്ടിലേക്ക് വരും ട്രെയിനിൽ. അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഇവിടെ താമസിച്ചൂടെ, ഇവിടുത്തെ ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് മാത്രം പറയുന്നത്, കാരണം എനിക്ക് ഇത് വൈകുന്നേരം വിദ്യാർത്ഥം മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് പറഞ്ഞപ്പോൾ കുറച്ച് അപ്രിയങ്ങളുണ്ടായിരുന്നു.
കുറച്ച് അഭിനയങ്ങളൊക്കെ പറയട്ടെ. ഇപ്പോൾ ഇവരുടെ കാരണങ്ങളൊന്നും കിട്ടില്ലായിരുന്നു. ഇപ്പോൾ പറഞ്ഞു ഞങ്ങളൊപ്പം പറ്റില്ലായിരുന്നു. ഞാൻ അതുകൊണ്ടൊന്നല്ല, എനിക്ക് അവിടെ വീട്ടിലുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് അപ്പം അങ്ങനെ പറഞ്ഞ്. പക്ഷെ അവർക്ക് ആ സൗഹൃദത്തിലൊരു അന്തരീക്ഷത്തിൽ മാറ്റം വന്നില്ല. അങ്ങനെ നിരന്തരം അദ്ദേഹവുമായിട്ടുള്ളൊരു അപ്പൊ പറയുമ്പോൾ ഈ അനുസ്മരണത്തിന് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്കുള്ള അധികം പറയില്ല. എന്തായാലും അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യം, അദ്ദേഹത്തിന് ഒരു കർണശവം, എനിക്കൊരു കഥകളി നടത്തിപ്പ് വരുന്നു ചമ്പ്ര എടുത്തത് അമ്പലത്തിൽ. അപ്പോൾ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യന്റെ കർണനായിരുന്നു ആദ്യം അവരെ ഏൽപ്പിക്കാൻ പറ്റും. പക്ഷെ അദ്ദേഹത്തിന് എന്തോ വരാൻ പറ്റില്ല. കേസ് കലാമണ്ഡലം കേസ് മുൻകൂറായി ഇപ്പം എനിക്കാണ് ചുമതല. ബാലസുബ്രഹ്മണ്യനോട് എനിക്ക് പറ്റില്ല, എന്തില്ല. ഗോപാലകൃഷ്ണൻ ചോദിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ കർമ്മനോട് ആക്കാൻ പറ്റും. എന്റെ കർമ്മനോട് അത്ര നന്നാവില്ല, എനിക്കൊന്നും അതുപോലെ അത് ചെയ്യുന്നത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഗോപാലകന്റെ കർമ്മം വേണം, അതൊന്ന് കാണിച്ചു കൊടുക്കും, അത് വിജയിപ്പിക്കും, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാം. അങ്ങനെ കൂടി നിർദ്ദേശിച്ചപ്പോൾ അത് രണ്ടാമത്തെ ഒരു കാരണം എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുകയാണ്. നമ്മുടെ കലൻ മനസ്സിലുള്ള അന്ന് ചിട്ടപ്പെടുത്തിയാൽ ഞാൻ പറയില്ല, കർമ്മശ്രമത്തിനൊരു രീതിയുണ്ട്. ഗംഗാസ്നാനത്തിനോടും അത് കഴിഞ്ഞ് ഭഗീരഥ അങ്ങനെ അതുപോലെ തന്നെ ഇന്ത്യയിലെ കാണുമ്പോഴത്തെ ഓരോ മനോഭാവങ്ങൾ, പിന്നെ ഒരു എന്താ പറയുക, ഞാൻ പറയുന്നത് ആ കർമ്മന്റെ ഓരോ ചലനങ്ങൾ, ഇതൊന്നുമല്ല. ഈ ഒന്നും അദ്ദേഹത്തിന്റെ കർമ്മമില്ല. വല്ലാത്തൊരു മൂടായിരുന്നു. കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, മോശമായില്ലായിരുന്നു. എനിക്ക് കരച്ചിൽ വന്നു, ശരിക്കും കരച്ചിൽ വന്നു. കാരണം ഇങ്ങനെ ഒരു കർമ്മം ഞാൻ കണ്ടില്ല. ഇങ്ങനെ ആവണം കർമ്മശബദം എന്ന് എനിക്ക് തോന്നിയതാണ്. അവർക്കാണ് ആ അവിടുത്തെ ആൾക്കാരെ വളരെ ഇഷ്ടമാവുന്നു. പക്ഷേ ഗോപാലകൃഷ്ണനാവുന്നില്ല. കാരണം ഞാനൊരു കർമ്മശബദം അടിച്ചു, നന്നായി തീരുമാനം. അപ്പോൾ അത്തരത്തില് ചിട്ടപ്രധാനമല്ലാത്ത എന്ന് പറയാം, ചിട്ടപ്രധാനമായ കഥകളിലേക്ക് നരകാസവും അങ്ങനെയുള്ള തോരലേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളും അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നും പറയാൻ അത്രയും ഉദാഹരണമാണ്. പക്ഷെ ഇങ്ങനെയുള്ള കഥകളും അദ്ദേഹം നാളെയൊന്നും നമ്മളൊന്നും കൊടുത്തിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിനെ ഇവിടെ കെട്ടിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി ഭാഗങ്ങളൊക്കെ നമ്മുടെ മലയാളം കേൾക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിലൊക്കെ വരുന്ന ചില നമ്മൾ കാണാത്ത ചിലത്, അതായിരുന്നു അദ്ദേഹത്തിന്റെ ആർട്ട്. ഞാൻ പറയും, ആ ആർട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതാണ് നമ്മളിൽ നിന്ന് വിട്ടുപോയത്. അത് എല്ലാ കാലത്തും നമുക്കൊരു ദുഃഖസ്മരണയായിട്ട് മാറാതിരിക്കില്ല. പക്ഷെ നമുക്ക് ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം കവലയിലെ നിഷ്കർഷയോട് കൂടിയിട്ട്, വളരെ സാക്ഷ്യത്തോട് കൂടിയിട്ട് അഭ്യസിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന കുറച്ച് ശിഷ്യന്മാരുണ്ട്. അവരുടെ പ്രവൃത്തികൾ അദ്ദേഹത്തെ ഇപ്പോഴും ആശ്വസിക്കാം എന്നുള്ളതാണ്. ഞാൻ വേറെ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ കലാമണ്ഡലത്തിൽ ഞങ്ങൾ പ്രധാനമായിട്ട് അവര് അദ്ദേഹത്തിന്റെ കളരിയുടെ പ്രത്യേകത, കുറെ ശിക്ഷ കൊടുക്കും, അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലേക്ക് അവരെ കൊണ്ടുവരുന്നതാണ്. അത് ഇവരിപ്പോ അരങ്ങില് കലാമണ്ഡലം ഗോപാലകൃഷ്ണന്റെ അനുകരണം അല്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ പാഠ്യ ശീലങ്ങൾ അരങ്ങിലേക്ക് കൊണ്ടുവന്ന് കാണികൾക്ക് ഇപ്പോഴും ആ കഥകളിയുടെ മേന്മ കാണിച്ചു കൊടുക്കുന്നതാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു
അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അനുസ്മരണമായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അനുസ്മരണ കമ്മിറ്റികൾ എല്ലാവരും കൂടിയിട്ട് ഒരു ചൊല്ലിയാറ പുരസ്കാരം കൊടുക്കാറുണ്ട്. ഈ വർഷം അത് ലഭിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കോട്ടയൽ പ്രസാദാണ്. അദ്ദേഹത്തിനെ വളരെ സ്നേഹപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു. നമസ്കാരം. ചൊല്ലിയാട്ട പുരസ്കാര സമർപ്പണമാണ് നടക്കുന്നത്. പുരസ്കൃതനായിട്ടുള്ള കോട്ടയം പ്രസാദിനെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നു ശ്രീ KP രാജാനന്ദ്. അദ്ദേഹത്തെ നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സ്നേഹമുള്ള ഹരിനാരായണൻ, ശ്രീ പ്രസാദ്, ശ്രീ പാലാ വിഭാഗം ഉൾപ്പെടെ വേദിയിലും എൻ്റെ ഉള്ളിലുമുള്ള പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തി സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വ്യക്തിപരമായ സന്തോഷത്തിൻ്റെ ഒരു സൂചകമായി ഒരു അംഗവസ്ത്രം പ്രസാദം അണിയിക്കുകയാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദ്യമായി ശിരസ് നടത്തുന്നു. പാലനാട് സംസാരിച്ചു കൊണ്ടിരുന്നത് കേട്ടത് വല്ലാത്തൊരു വൈകാരിക കോടികളൊക്കെ മനസ്സിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് മറച്ചു വെക്കുന്നില്ല. 90കളുടെ ആദ്യഘട്ടം എന്ന് പാലനാട് സ്മരിച്ച കളികൾ പലതും കുഞ്ചുനായ സ്മാരകത്തിന്റെ ഉത്തരവാദിത്വത്തിൽ കൂടി നിർവഹിക്കപ്പെട്ട കളികളായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തില് പാലനാട് വിഭാഗങ്ങളും സഹായിയായി അട്ടിപ്പറ്റയും പിന്നെ പുറത്തുനിന്ന് ഒരു വിശേഷപ്പെട്ട കാര്യം എന്ന രീതിയിൽ ഹൈദരാലി ഹരിദാസനാണ് ആരെങ്കിലും ഒരാളുണ്ടാവും. സംഘാംഗങ്ങൾ എന്ന രീതിയിൽ കുഞ്ഞിന് പുറമെ ശ്രീ നെൽപ്പറ്റയ്ക്ക് പുറമെ മിക്കവാറും കലാകാരങ്ങൾ ഗോപാലകൃഷ്ണൻ ആ സംഘത്തിൽ ഉൾപ്പെടും. അങ്ങനെ ഈ പ്രദേശത്ത് ട്രസ്റ്റ് ചുമതലയേറ്റ് നടത്തിയ നിരവധി കളികളുടെ ഓർമ്മ കുഞ്ചുനായ ട്രസ്റ്റിന്റെ പ്രവർത്തകർക്ക് മാത്രമല്ല ആ കളികളിൽ പങ്കെടുത്തവരുടെയും മനസ്സിൽ മായാൻ നിൽക്കുന്നുണ്ടാവും. ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഗോപാലകൃഷ്ണൻ എന്ന ഗോപാലന്റെ. അത്രയേറെ ഞാൻ അദ്ദേഹത്തെ അനുസ്മരിച്ചതിന് മുമ്പും അനുസ്മരണ യോഗങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഒരു ഉള്ള എന്ന മുദ്ര കാണിക്കുന്നതിൽ ഭംഗി മുതൽ ഗോപാലകൃഷ്ണന്റെ രംഗഭാഷ പലതും ഇപ്പോഴും മായാതെ മനസ്സിൽ നിൽക്കുക തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി നാമങ്ങൾ അർപ്പിക്കുന്നു. പരിചയപ്പെടുത്താനുള്ള പ്രസാദിനെ പറ്റി 2 വാക്ക് പറയാനുള്ള സന്ദർഭം സിദ്ധിച്ചത് ഒരു മഹാ സന്തോഷമാണ് എന്ന് എടുത്തു പറയുന്നു. ഇതിനു മുമ്പ് ഏതോ ഒരു പുരസ്കാരം നടത്തിയെ തുടർന്ന് പ്രസാദവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ എനിക്കൊരു നിയോഗം ഉണ്ടായിട്ടുണ്ട്. എവിടെയാണോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പ്രസാദിനെ ഇതേപോലെ വേദിയിലിരുത്തി അന്ന് പറഞ്ഞതല്ലാത്ത ചില കാര്യങ്ങൾ പറയാനാണ് എന്തായാലും ഞാൻ ഇന്ന് ആലോചിക്കുന്നത്. മന്നാലിദാസന്റെ ശിഷ്യന്മാര പുത്രനാണ് പ്രസാദ് എന്ന് ഏവർക്കും അറിയാം. മന്നാലിദാസൻ പക്ഷെ പുത്രൻ വളരേണ്ടത് കോട്ടയക്കടലിലാണ് എന്ന് നിശ്ചയിച്ചെടുത്ത് ആ ഭാഗധേയം മാറ്റി നിർണയിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ. മരുമകൻ കൃഷ്ണദാസും മകൻ പ്രസാദും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ ചേർന്ന് അഭ്യസിക്കുന്നവരാണ്. മരുമകൻ കലാമണ്ഡലത്തിൽ പഠിക്കുന്നു. മകനെ അദ്ദേഹം നിയോഗിച്ചയക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ ഗുരുനാഥനായ കുട്ടം നാരായണാശാന്റെ കളരിയിലേക്കാണ് എന്നതായിരുന്നു വ്യത്യാസം. പലപ്പോഴും സ്മരിക്കേണ്ടതാണ് കുട്ടം നാരായണാശാൻ കഥകളി ചെണ്ടയിൽ എന്തായിരുന്നു. പലരും ഭാവാനുസാരിയായ മേളത്തിന്റെ താവഴികൾ ആരംഭിക്കുന്നത് കലാമണ്ഡലത്തിൽ എന്ന രീതിയിൽ അടയാളപ്പെടുത്തി സംസാരിക്കുമ്പോൾ
ഞാൻ തർക്കം ഉന്നയിക്കുന്നുണ്ട്. ആധുനിക മേടശില്പി, ആ മേടത്തിന്റെ വിധാതാവായി നമ്മളൊരാളെ സങ്കല്പിക്കുകയാണെങ്കിൽ അത് കുട്ടന്മാരാശാനല്ലേ ആവേണ്ടത്. മന്നാടിയാശാന്റെയും അച്യുതൻ പൊതുവാളാശാന്റെയും ഗുരുനാഥനാണ് എന്നതിന് അവരുടെ തുടർച്ചയെ കഥകളി ചെണ്ടയെ ഉണ്ടായിട്ടുള്ളൂ. കോട്ടയം കൃഷ്ണകുട്ടിയുടെ ഉൾപ്പെടെ കഥകളി ചെണ്ടയും കുട്ടന്മാരാശാന്റെ ശിഷ്യ പരമ്പര, തൃത്താല കേശവ പൊതുവാൾ, മുക്കാട്ട് ദിവാല പൊതുവാൾ ഉൾപ്പെടെ ആയമ്പക മേഖലയിൽ കുട്ടന്മാരാശാന്റെ ശിഷ്യ പരമ്പര. മധ്യകേരളത്തിലെ എന്നല്ല, കേരളത്തിലെ ചെണ്ടവാദകരുടെ മഹാഭൂരിപക്ഷത്തിന്റെയും ഗുരുസ്ഥാനിക അല്ലെങ്കിൽ ഗുരുനാഥന്റെ ഗുരുനാഥനുമായി നിലനിന്നുകൊണ്ട് ഈ ലോകത്തെ നയിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കാലം ഏൽപ്പിച്ച വ്യക്തി കുട്ടന്മാരാശാനായിരുന്നു എന്ന് കാണേണ്ടി വരും. അതിലേക്ക് ഭാവാനുസാരതയുടെ പുതിയ ഇനങ്ങൾ കലാമണ്ഡലത്തിലൂടെ പകർത്തപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ ഉരുളുപോലിന്റെ ഒരു സാധക തികവ് എങ്ങനെ ചെണ്ടയെ ഒരു മാസ്മരികമായ സത്യാനുഭവമാക്കി മാറ്റാം എന്നതുമായി ബന്ധപ്പെട്ട പുതിയ തര സൗന്ദര്യ ശാസ്ത്ര സമീക്ഷണത്തോടെ രംഗത്ത് അവതരിപ്പിക്കുന്നത് ഗുരുനാഥനിൽ നിന്ന് കിട്ടിയതാണ്. മൂത്തവരുടെ ശിഷ്യത്വമുണ്ട് കുട്ടന്മാരാണ്, അതിന് കിട്ടിയതായില്ല. ഊഴിയാണെന്നതിന്റെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്, ഒരു മഹാനായ ആചാര്യന് ഒരു ശിഷ്യനെ ഉണ്ടാകും, മൂത്തവന് ഒരു ശിഷ്യനേ ഉള്ളൂ, അത് കുട്ടനാണ്. കുട്ടന്മാരാശാന്റെ പിറന്നാളാഘോഷവുമായി ബന്ധപ്പെട്ട വേദി കോട്ടയിൽ വെച്ച് ഊഴിയാണെന്നവൻ പറഞ്ഞ വാക്കുകളാണ്. ആ ഉരുളുപോലിന്റെ സാധക തികവ് കൊണ്ട് ആ നിറഞ്ഞു നിൽക്കുന്ന ഒരു മേളത്തിന്റെ ഒരു അനുഭവം അരങ്ങിൽ നൽകുന്ന ഒരു മേള സമ്പ്രദായത്തെ കുട്ടന്മാരാൻ വികസിപ്പിച്ചെടുത്തു. തന്റെ ഗുരുനാഥനായ കുട്ടന്മാരാശാന്റെ ആ ശിക്ഷണം തന്റെ പുത്രന് ലഭിക്കണം എന്ന് മന്നാടിയാശാൻ തീരുമാനിച്ച് പ്രസാദ് നാട്യസംഘത്തിലെ വിദ്യാർത്ഥിയായി ചേർന്നു. എന്നിടത്ത് പ്രസാദിന്റെ ചരിത്രം ആരംഭിക്കുന്നു. ഇതിനേക്കാൾ കൗതുകരമായ കാര്യം, ഇപ്പൊ പ്രസാദിനെ പോലെ ഇത്രയേറെ ക്ലേശിച്ച് ചെണ്ടാഭ്യാസം നടത്തിയ ആളുകൾ ഉണ്ടാവുമോ എന്ന് ശരിക്കും അന്വേഷിക്കേണ്ടതാണ്. കൃഷ്ണകുട്ടിയേട്ടന്റെ കൃഷ്ണകുട്ടിയേട്ടൻ എന്ന് ഞാൻ പറയുന്നത് ശരിക്കും പ്രസാദിന്റെ ഗുരുനാഥൻ തന്നെയാണ്. കുട്ടന്മാരാശാനേക്കാൾ കൂടുതൽ സമയം പ്രസാദ് കളരിയിൽ ചെലവഴിച്ചിട്ടുണ്ടാവുക കോട്ടയം കൃഷ്ണകുട്ടിയേട്ടന്റെ കളരിയിൽ തന്നെ ആയിരിക്കും എന്ന് നമുക്കറിയാം. അത്ര കർക്കശക്കാരനായ അധ്യാപകൻ, ശിക്ഷയുടെ കാര്യത്തിലും ശിക്ഷണത്തിന്റെ കാര്യത്തിലും വിട്ടുവീഴ്ചയില്ലാതെ സാധകങ്ങളിലൂടെ നിരന്തരമായ അഭ്യാസങ്ങളിലൂടെ ഒരു പീഡനാനുഭവം പോലെയുള്ള അഭ്യാസ കാലഘട്ടം വളരെ ക്ലേശിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ പ്രസാദ് അക്കാലത്ത് പൂർത്തിയായിട്ടുണ്ടാവുക. പക്ഷെ അതിന്റെ ഫലം ഇപ്പോഴും പ്രസാദ് കൊട്ടുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന അനായാസതയുടെ സൗന്ദര്യമുണ്ട്. ഇപ്പൊ ഒരു കത്തിവേഷത്തിന്റെ ദേഹനോത്തിൽ കൊട്ടുകയാണെങ്കിൽ ഒരു പതിഞ്ഞ പദത്തിന്റെ ഇരട്ടിക്ക് ആ ഇരട്ടി കൊട്ടുമ്പോ ക്രമമായി മുകളിലേക്ക് ഉയരുകയും താഴുകയും ചെയ്യുന്ന ശബ്ദവിന്യാസത്തിന്റെ സൂക്ഷ്മതകൾ ഉണ്ടാക്കുന്ന സംഗീതം പോലെയുള്ള അനുഭവങ്ങൾ, ഇത് പലതും പ്രസാദിന് കരകതമാകുന്നത് തീർച്ചയായും ആ അഭ്യാസത്തിന്റെയും നിരന്തരമായ സാധകത്തിന്റെയും ശക്തി കൊണ്ട് തന്നെയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എതിരില്ലാത്ത ഒരു കഥകളി ചെണ്ടക്കാരനെ നാട്യസംഘത്തിന് വിജയിച്ചെടുക്കാനായി. ഇതിന്റെ ഒരു മറുപുറം, തനിക്ക് കരകതമായിരിക്കുന്ന ഈ അഭ്യാസ തികവിന്റെ പൂർണ്ണത ഏത് വേഷത്തിനും അനായാസം കൊട്ടാനുള്ള ഈ സാധകത്തിന്റെ തികവിന്റെ മനോഹാരിത വേണ്ടയാണെങ്കിൽ ഉപയോഗിച്ച് കേരളത്തിലെ ഒന്നാം സ്ഥാനക്കാരനായ ചെണ്ടക്കാരനാവാൻ മറ്റു പ്രയാസങ്ങളൊന്നുമില്ല, ഒരു തീരുമാനമുണ്ടായിരുന്നില്ല. അങ്ങനെ നടന്നു കൊട്ടുക എന്നത് പ്രസാദ് തീരുമാനിച്ചില്ല എന്നതായിരിക്കും പ്രധാന കാരണം എന്ന് അല്പം ജ്യേഷ്ഠസ്ഥാനീയനായതുകൊണ്ട് ചീത്ത പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ പ്രസാദ് നാട്യസംഘത്തിന് ഒതുങ്ങാൻ സ്വയം മനസ്സുകൊണ്ട് തീരുമാനിക്കുകയായിരുന്നു. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ സ്ഥാപനങ്ങളിൽ ചെന്നുപെട്ടാൽ ഇന്നൊരു ദുരുപയോഗം ചിലർക്ക് സംഭവിക്കുമല്ലോ എന്ന്.
ഒരു സ്ഥാപനത്തിന്റെ പിൻബലമില്ലാത്ത കലാകാരൻ തന്റെ കലാപ്രവൃത്തി കൊണ്ട് ആ മേഖലയിൽ ആധിപത്യം ഉണ്ടാക്കിയെടുക്കുക എന്നത് ജീവനോപാധിയാണ്. അതുകൊണ്ട് തന്നെ അനിവാര്യമാണ്. സുരക്ഷിതമായ ഒരു സ്ഥാപനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കൊണ്ട് കൂട്ടിയാൽ മതി. ആ കോമൻ എന്തോ സംഭവിച്ചു. പക്ഷെ അവസരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ അത് അതിമനോഹരമായി വിന്യസിക്കാനോ ആ വേഷത്തെ ആകാശങ്ങൾ ഉയർത്താനോ മടി കാണിച്ചതുകൊണ്ടല്ല. പക്ഷെ നാട്യസംഘത്തിന്റെ അല്ലാത്ത കളികളിൽ ശ്രദ്ധിക്കപ്പെടുന്ന ചെണ്ടക്കാരനായി ഉയർന്നു വരാൻ സഹജമായ മടി കാരണം കൊണ്ട് പലപ്പോഴും പ്രസാദ് തയ്യാറാകാതിരുന്നതിൽ നിന്ന് പ്രസാദിനെ മോചിപ്പിക്കാനും പ്രധാനപ്പെട്ട അരങ്ങളിൽ പ്രധാനവാദകനായിട്ട് പ്രസാദിനെ പ്രതിഷ്ഠിക്കാനും ഇപ്പോഴും കൃഷ്ണദാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ നന്ദിപൂർവ്വം കാണേണ്ടത് പ്രസാദന്റെ നമ്മളാണെന്ന് ഞാൻ പറയും. കാരണം പ്രസാദിന്റെ കൊട്ടിനെ ഒന്ന് ജനങ്ങൾ കാണൂ, ഇതിൽ തിരിച്ചറിയൂ എന്ന് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ചെണ്ടവാദകനായി അംഗീകാരം നേടിയ കൃഷ്ണദാസ് ഇപ്പോഴും പ്രസാദിനെ കൊണ്ട് നമ്മൾ പൊട്ടിച്ച് ബോധ്യപ്പെടുത്തുകയാണ്. കോട്ടയ്ക്കൽ കളരിയിൽ നിന്ന് എന്റെ ഗുരുനാഥന്റെ മകനായ ഇത്ര മിടുക്കനായ ചെണ്ടകലാകാരൻ ഉണ്ടായിരിക്കുന്നു എന്ന് ഇനിയും തിരിച്ചറിയാത്തവർ അറിയൂ എന്ന്. പക്ഷെ ലഭിച്ച അരങ്ങുകളെ അതിന് അർത്ഥപൂർണമാക്കാനും നടന്റെ ഏറ്റവും സൂക്ഷ്മമായ ചലനങ്ങളെ വരെ ചിന്തയിൽ പകർത്താനും അതിനുപരി കളരിയിലൂടെ ആർജിച്ച ആ സാധകത്തിന്റെ ആ ശുദ്ധി കൊണ്ട്, സ്ഥാനശുദ്ധി കൊണ്ടും മികവ് കൊണ്ടുമൊക്കെ ആ കൊട്ട എന്നത് മാസ്മരികമായ ശ്രവ്യാനുഭവമാക്കി മാറ്റാനും ഒക്കെ എക്കാലത്ത് പ്രസാദ് സാധിച്ചിട്ടുണ്ട്. ഇത് പ്രേക്ഷക ലോകം തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിന്റെ ഭാഗമായാണ് ഇന്ന് ഇവിടെ അദ്ദേഹം പുരസ്കൃതനാകുന്നത്. ഇത് നിരന്തരമായ ധാരാളം പുരസ്കാരങ്ങൾക്കുള്ള ഒരു നിമിത്തമാകട്ടെ എന്നും ദീർഘകാലം ഏറ്റവും ശോഭയോടുകൂടി പ്രസാദിന്റെ ആ ചെണ്ടവാദനത്തെ അഗ്നി അതേപോലെ നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ നല്ല കൂട്ടുകാരന് എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയും ചെയ്യും. ചൊല്ലിയാട്ട പുരസ്കാര സമർപ്പണമാണ് വേദിയിൽ നടക്കുന്നത്. അനുസ്മരണ സമിതിയുടെ പ്രവർത്തകർ ഗോപാലകൃഷ്ണന്റെ ശിഷ്യരും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആ പുരസ്കാരം സമർപ്പിക്കപ്പെടുന്നു. എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 10,000 രൂപയും പ്രശസ്തി പത്രവും അംഗവസ്ത്രവും മൊമെന്റവും അടങ്ങുന്നതാണ് ചൊല്ലിയാട്ട പുരസ്കാരം. ഇതിലുള്ള പ്രശസ്തി പത്രം വായിക്കുന്നത് നെടുമ്പള്ളി രാമമോഹനാണ്. ഏതാനും വാക്കുകളിലൂടെ സ്മരിച്ചുകൊണ്ട് നിർവഹിക്കണമെന്ന് ശ്രീ നെടുമ്പള്ളി രാമനോട് അപേക്ഷിക്കുന്നു. സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. ഗോപാലകൃഷ്ണന്റെ കുറെ നല്ല ഓർമ്മകൾ എല്ലായ്പ്പോഴും ഞാൻ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം കുറെ കാലം എൻ്റെ അയൽവാസിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹമായിട്ട് പരിചയം, അരങ്ങത്ത് അദ്ദേഹത്തിനോടൊപ്പം വേഷം കിട്ടിയ പരിചയം, അദ്ദേഹത്തിന്റെ പിന്നണിയിൽ പാടിയ അനുഭവങ്ങൾ, അങ്ങനെ ഒരുപാട് മധുരിക്കുന്ന ഓർമ്മകളുണ്ട്. ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണമിച്ചുകൊണ്ട് ഇന്ന് ഈ പുരസ്കാരത്തിന് അർഹനായ പുരസ്കാരം നൽകി സമ്മാനിക്കാവുന്ന കോട്ടയ്ക്കൽ പ്രസാദേട്ടന് എല്ലാ ഭാവുകങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഈ പുരസ്കാര സമിതിക്ക് വേണ്ടി, അനുസ്മരണ സമിതിക്ക് വേണ്ടി കീർത്തിപത്രം നിങ്ങൾ മുന്നിൽ അവതരിപ്പിക്കുന്നു. കലാമണ്ഡലം കെ ഗോപാലകൃഷ്ണൻ ചൊല്ലിയാട്ട പുരസ്കാരം 2025 ശ്രീ കോട്ടയ്ക്കൽ പ്രസാദ്. കേരളീയ വാദ്യകലയുടെ കേന്ദ്രമായ പല്ലശ്ശന ഗ്രാമത്തിൽ ചെണ്ടവാദ്യത്തെ ഉപാസിക്കുന്ന കലാകുടുംബത്തിൽ ജനിച്ച പ്രസാദ്
കഥകളി അരങ്ങുകളിൽ തിളങ്ങി നിൽക്കുന്ന ചെണ്ടവാദ്യ കലാകാരനാണ്. മുത്തച്ഛനായ പല്ലശ്ശന കൃഷ്ണമന്നാടിയാരിൽ നിന്നും തുടർന്ന് പിതാവായ കലാമണൻ ചന്ദ്രമന്നാടിയാരിൽ നിന്നും ചെണ്ടവാദ്യത്തിന്റെ വിശിഷ്യ താരപരയുടെ പാഠങ്ങൾ സ്വായത്തമാക്കിയ ശേഷമാണ് 1982 കഥകളി ചെണ്ട അഭ്യസിക്കാൻ കോട്ടക്കൽ PSV നാട്യസംഘത്തിൽ ചേർന്നത്. പ്രതിഭാധനരായ കോട്ടക്കൽ കുട്ടന്മാരാരും കോട്ടക്കൽ കൃഷ്ണൻകുട്ടിയും നയിച്ച നാട്യസംഘം കളരിയിൽ ഒരു ദശാബ്ദക്കാലം പഠനവും ഉപരിപഠനവും പൂർത്തിയാക്കിയ പ്രസാദ് 1992 PSV നാട്യസംഘത്തിലെ അംഗമായി. വാദ്യത്തിൽ പല്ലശ്ശന പെരുമ നിലനിർത്തിക്കൊണ്ട് തന്നെ കോട്ടക്കൽ പ്രസാദായി. PSV നാട്യസംഘത്തിന്റെ കഥകളി അരങ്ങുകളിലൂടെ പ്രഗത്ഭരായ നിരവധി വാദ്യ ആചാര്യന്മാരുടെ കൂടെ പ്രവർത്തിച്ചു നേടിയ അരങ്ങനുഭവങ്ങൾ കോട്ടക്കൽ പ്രസാദ് എന്ന കലാകാരനെ പൂർണ്ണതയിലേക്ക് നയിച്ചു. പ്രസാദിന്റെ ചെന്നൈയിൽ നിന്നുയർന്ന നാദവീചികൾ കേരളത്തിനകത്തും പുറത്തുമുള്ള എണ്ണമറ്റ വേദികളെ സജീവവും സർഗാത്മകവുമാക്കി തീർത്തു. നാട്യസംഘത്തിലെ മേളവിഭാഗത്തിൽ അധ്യാപകനായി സേവനം ആരംഭിച്ചതോടെ പ്രസാദിന്റെ വാദ്യകല ഫലസാന്ദ്രമായി. കുട്ടന്മാരാലും ചന്ദ്രമന്നാടിയാലും നിഷ്ഠാപൂർവം പുലർത്തിയ വാദന ശൈലി കടുകിട കിഴക്കാതെ പിന്തുടരുന്ന പ്രസാദ് നടന്റെ മുദ്രയും ഭാവവും ചലനങ്ങളും ജീവത്താക്കുന്ന വിധത്തിലാണ് നിരന്തരം അരങ്ങത്ത് പ്രവർത്തിക്കുന്നത്. ചിട്ടപ്രധാനമായ കോട്ടയം കഥകളിലും രാവണോത്ഭവം, നരകാസുരവധം, രാജസൂയം തുടങ്ങിയ മേളപ്രധാനമായ കഥകളിലും പ്രസാദിന്റെ ചെണ്ട നിറഞ്ഞു നിൽക്കാറുണ്ട്. അരങ്ങിലും കളരിയിലും ഒരുപോലെ സുസമ്മതനായ പ്രസാദിനെ നിരവധി അംഗീകാരങ്ങളും ബഹുമതികളും തേടിയെത്തിയിട്ടുണ്ട്. പൂക്കാട്ടിരി ദിവാകര പൊതുവാൾ സ്മാരക മുദ്ര, കലാസാഗർ അവാർഡ്, സദനം ദിവാകരമാല സ്മാരക പുരസ്കാരം, തോടയം കഥകളി ക്ലബിന്റെ അവാർഡ് തുടങ്ങിയവ പ്രസാദിന് കൈവന്ന അംഗീകാരങ്ങളാണ്. ജന്മനാടായ പല്ലശ്ശനയിലെ ആസ്വാദക സദസ്സ് 2019 പ്രസാദിനെ വീരശൃംഖലയണിയിച്ച് സമാദരിച്ചു. കഥകളിയുടെ സൗന്ദര്യവും കരുത്തും ആസ്വാദകരെ അനുഭവിപ്പിച്ച കലാമണ്ഡലം K. ഗോപാലകൃഷ്ണന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ കലാമണ്ഡലം K. ഗോപാലകൃഷ്ണൻ ചൊല്ലിയാട്ട പുരസ്കാരം 2025 വർഷത്തെ പുരസ്കാരം കോട്ടക്കൽ പ്രസാദിന് സാഭിമാനം സമർപ്പിക്കുന്നു. കലാമണ്ഡലം K. ഗോപാലകൃഷ്ണൻ അനുസ്മരണ സമിതി. ചൊല്ലിയാട്ട പുരസ്കാര സമർപ്പണം നിർവഹിക്കുന്നത് കുജനായകസിന്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള TK അച്യുതനാണ്. അദ്ദേഹത്തെയും ഏറ്റുവാങ്ങാൻ കോട്ടയിൽ പ്രസാദിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കലാമണ്ഡലം ഗോപാലകൃഷ്ണന്റെ ശിഷ്യ യോഗി സൗത്ത് കൊറിയയിലുള്ള ശിഷ്യ ഏതാനും വാക്കുകളെ ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് സംവദിക്കുന്നു. അതിനാൽ കൊണ്ട് ക്ഷണിക്കുന്നു. Let us
സൈഡ് ആശാന്റെ ഫോട്ടോസുണ്ട്, പിന്നെ ആശാന്റെ ഭാര്യയുണ്ട്, അന്നച്ചുണ്ട്, പിന്നെ മുന്നിൽ ശ്യാമനുണ്ട്, പിന്നെ കളനാശാനുണ്ട്. And then just behind some of my Korean friends sitting. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ I feel like a home, like കാമന്തള കലാരി ശ്യാമകണശന്റെ ചീത്ത പറഞ്ഞിട്ട് ഞാൻ കലാരി പുറത്തുപോയി കഴിഞ്ഞു. പിന്നെ ഗോപാലകൃഷ്ണാശാൻ കലാരിയിൽ ആശാൻ എന്നെ ചീത്ത പറയും, പക്ഷെ എന്നെ അടയ്ക്കാൻ സാധ്യമില്ല. അതുകൊണ്ട് പിന്നെ ഇരിക്കുന്ന കുട്ടികൾ നന്നായി അറിയിച്ചിരുന്നു. ഇപ്പോഴും എനിക്ക് നല്ല ദുഃഖമുണ്ട്. ഇത് 17 കൊല്ലം ശിവരാത്രി ആയിരുന്നു. I was sitting in Thrissur, Paragnath നമ്മളുടെ മുന്നിൽ കളി കാണാനിരുന്ന someone who was sitting next to me telling me, who is your guru? So I told Gopalakrishna, ഇന്ന് മരിച്ചല്ലേ? So no, just 1 week back I went to his hospital. He was not well, but he's okay. Then he showed me newspaper. Then I understand that Shivaratri was horrible Ratri. നല്ല ദുഃഖമുള്ള രാത്രിയായിരുന്നു. I was expecting in the ഗോപാലകൃഷ്ണാശാന്റെ അനുസ്മരണം കേട്ടപ്പോൾ എനിക്ക് അവൾ നരകാസുരവധമാവണം. I expect നരകാസുരവധം because I saw what is cultivation. ഗോപാലകൃഷ്ണാശാൻ ഈ കാര്യം ചെയ്യുമ്പോൾ ഞാൻ മുന്നിലിരിക്കില്ല, പിന്നിലിരിക്കും, തിരാശിലാന്റെ പിന്നിൽ. ആശാന്റെ ഇത് തിരമോത്താൻ കണ്ട ഇതാണ് കത്തി. That the inspiration, the power, the love in Kalani when he taught me, and that made me stand here. 25 years after I was standing here. Did anybody hear me? I'm going to publish one book about Kathakali, and I know nothing about Kathakali, but that inspiration, that traditions making me form and making centers in this period, full of chaos, IT, some AI, everything is like controlling all of the world, just with the body, and then that kind of inspirations making me stand here, and that is the power of tradition. That is because of Gopalakrishna Ashan. Still, I want to convey my great love and sorrow and respect toward Gopalakrishna Ashan. It's not just only because of Ashan, it is Kathakali and moreover tradition itself. And also very thankful all of you came here to see Kathakali. Ashan, Nandi Valarinde. Namaskaram. ചൊല്ലിയാട്ട പുരസ്കാരം ഏറ്റുവാങ്ങിയ കോട്ടയം പ്രസാദ് സമ്മതിക്കുന്നു. തുടർന്ന് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ ഗോപാലകൃഷ്ണാശാൻ പുരസ്കാരം ലഭിച്ചതിനുള്ള സന്തോഷം ഞാൻ ആദ്യമായിരിക്കാം. ആശാന്റെ അനുസ്മരണങ്ങൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞെങ്കിലും ആശാന്റെ കൂടെ പ്രവർത്തിക്കാൻ ഒരു 2-3 കാര്യങ്ങൾ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് പാലക്കാട് വെച്ചിട്ട് ദക്ഷയാഗം കഥ ഉണ്ടായി. അന്ന് അറിയാതെ മുതൽ അവസാനം വരെ ദക്ഷയാകായിരുന്നു. അപ്പൊ എനിക്ക് സഹായിയായിട്ടൊരു ചുമകാരനെ ഏൽപ്പിച്ചു. അയാള് ഡേറ്റ് മാറി പറഞ്ഞാൽ വന്നില്ല. അങ്ങനെ വേറെ ആളെ വിളിച്ചിട്ട് ഇനി അവിടെ
പേര് ഇരിക്കുന്ന ആശാന്റെ എനിക്കൊരു വാക്ക് തന്നു, ഒന്ന് ഒറ്റയ്ക്ക് വീടുകയല്ലേ എന്നൊരു അവസാനം എന്താ ആശാന മനസ്സിൽ കണ്ടുകൊണ്ടാണെന്ന് അറിയില്ല. എന്നെ അവസാനം അവിടെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. കലാശാലകൾ വല്ലാതെ ഈ രണ്ട് കഥാപാത്രങ്ങൾ കൊണ്ടുള്ള തന്നെയാവും. അപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. എനിക്ക് ഒരു സഹായം ചെയ്തിരുന്നൊരു ഓർമ്മ എൻ്റെ മനസ്സിൽ നിന്ന് ഇതേവരെ പോയിട്ടില്ല. കഴിഞ്ഞിട്ട് എന്നോട് അദ്ദേഹം ചോദിച്ചത് ബുദ്ധിമുട്ടായി പോയില്ലല്ലോ എന്നൊരു വാക്ക്. അതിന് എനിക്ക് വലിയൊരു കിട്ടിയ അവാർഡിൻ്റെ ഒരു അവാർഡുമായി എനിക്ക് അപ്പോൾ അത് തോന്നിയത്. അദ്ദേഹത്തിന് ആ മനസ്സിൽ തോന്നിയ ആ സമയം ഒറ്റയ്ക്ക് കൊടുക്കുന്നത് രണ്ടാൾ കൊടുക്കുന്നത് ഒരാളൊറ്റയ്ക്ക് കൊട്ടി ബുദ്ധിമുട്ടായി അങ്ങനെ ആൾ ചോദിക്കാൻ വേണ്ടി ആ വ്യക്തിയുടെ മനസ്സ്, അല്ലെങ്കിൽ ആശാന്റെ മനസ്സ് എനിക്ക് എന്നും എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചിട്ടുള്ള ഒരാളാണ്. എന്തായാലും എനിക്ക് അധികം പ്രസംഗിച്ച് രാജാന്തരൻ പറഞ്ഞതായി ഞാൻ കോട്ടക്കൽ കളഞ്ഞിട്ട് പോവുകയല്ല. പക്ഷെ അവിടുത്തെ ഗ്രൂപ്പുകളെയും അവിടുത്തെ ചില നിഷ്കർഷയും കാരണം അങ്ങനെ പുറത്തിറങ്ങി പൊട്ടാത്തൊരു അവസരങ്ങളാണ് ഞങ്ങൾക്ക്. ഗ്രൂപ്പിന്റെ കളി വന്നാൽ പുറത്തെ കളിക്ക് വന്നാൽ പോകാൻ പറ്റില്ല. പിന്നെ അവിടുത്തെ കലാമണ്ഡലത്തിലൊക്കെയാണ് ചേർന്നതിൽ 4 വർഷത്തെ കോഴ്സാണ്. ഇടയിൽ തോന്നൽ ആ വ്യക്തി പുറത്തു പോയി. പിന്നെ വേറെ സ്ഥാപനങ്ങളുടെ ഇടയിൽ പോയി. ഈ ഗുരുനാഥന്മാരുടെ അന്നത്തെ ഗുരുകുലത്തിന്റെ അധികമായി അവര് വേറൊരു സ്ഥാപനത്തിൽ പോകും. ഞാൻ പഠിക്കുന്ന കാലത്ത് ഗുരുനാഥന്മാരെ നേരിട്ട് കണ്ടാൽ നമുക്ക് പേടിയാണ്. പിന്നെ ഈ കളരിയിൽ വന്നാലുള്ള ബുദ്ധിമുട്ട് അവര് അന്നത്തെ ശിക്ഷയും ഇതൊക്കെ ഉള്ളത് ശരിക്കും പഠിച്ച സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയത് നമുക്ക് അവര് വന്ന് മുന്നിൽ ഇരുന്നാൽ നമ്മുടെ കയ്യിലൊന്നും തരില്ല. അപ്പൊ ശിക്ഷ അധികമാവും. അങ്ങനെ പേടിച്ച് വളർന്ന് ഇപ്പോഴും ആ പേടി കളരിയിൽ പോയാൽ ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്നതോട് തോന്നലാണ് ഇപ്പോഴും മനസ്സിൽ. അങ്ങനെ ഒരു കളരിയിൽ തന്നെ അങ്ങനെ വളർന്നതുകൊണ്ടാണ് ബാക്കിയുള്ളവരൊക്കെ ഞാൻ കുത്തായിട്ട് പറയല്ല. ബാക്കിയുള്ളവരെ ഓരോ സ്ഥാപനത്തിൽ പോയിട്ട് കലാമണ്ഡലത്തിലല്ലാതെ വേറെ സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ട് അപ്പൊ ഈ ശിക്ഷ ആശാൻ ഗുരുനാഥന്മാർ അവിടെ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് അതിന്റെ ഒരു പേടിയില്ലാത്തൊരു കളരി ഒക്കെ പേടിയുണ്ടാവും. ഞാൻ ഈ സ്ഥാപനത്തിന്റെ പോയതുണ്ടാവും. ഞാൻ കുത്തായിട്ട് പറയില്ല. എന്റെ സാഹചര്യം അങ്ങനെയായിരുന്നു തോന്നുന്നത്. എന്നാലും ഞാനത് സ്വീകരിച്ചു. അപ്പൊ ഞാൻ അത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. എന്തായാലും എനിക്ക് ഈ വർഷത്തെ ആശാന്റെ ഈ പുരസ്കാരം വിളിച്ചു പറയുന്ന പ്രദീപ് പ്രസാദിന് ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇങ്ങനൊരു അവാർഡ് കിട്ടുന്നത് സാധാരണ എല്ലാവരും റെക്കമെൻഡ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യാറ്. ഇതിപ്പോ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ ആശാന്റെ പേരുള്ള അവാർഡ് എല്ലാവരും നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഇത് നറുക്കെടുത്തിട്ടാണ് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ നറുക്കിൽ എന്തോ ഭാഗ്യം എനിക്ക് കിട്ടി. ആ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ എനിക്ക് വയ്യ. അപ്പൊ എന്തായാലും ആശാന്റെ ഈ വർഷത്തെ പുരസ്കാരം എനിക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ആ ആശാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടും ആശാന്റെ കുടുംബത്തിനോടുള്ള നന്ദി പറഞ്ഞുകൊണ്ടും ഈ ആശാന്റെ ശിഷ്യന്മാരോടും ഈ ട്രസ്റ്റിന്റെ ഭാരവാഹികളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തീർക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കലാമണ്ഡലം കൃഷ്ണദാസ് അനുസ്മരണം രണ്ടാമത് തവണയാണ് വളരെ കുഞ്ചനായ ട്രസ്റ്റ് ഹോളിൽ നടത്തപ്പെടുന്നത്. ഇതിനും സാക്ഷിയാകാൻ കഴിഞ്ഞു എന്നതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. തുടർന്നും ഉള്ള വർഷങ്ങളിൽ നിരവധി കാലം സ്മരിക്കാൻ ഈ പുരസ്കാരം സമർപ്പിക്കാൻ ഈ വേദി തിരഞ്ഞെടുക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചു കൊണ്ട് ആ ആഗ്രഹം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു.
ഇന്നത്തെ ഈ ഒരു പരിപാടി അതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ സന്നിഹിതരായ മുഴുവൻ വ്യക്തികളോട്, ആശാന്റെ ശിഷ്യന്മാരോടും സഹൃദയരോടും പ്രയോക്താക്കളോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ ഒരു ചടങ്ങ് ഇവിടെ ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ച ആശാന്റെ സഹോദരൻ അവരെ ഇവിടെ രേഖപ്പെടുത്തുന്നു. ആശാന്റെ ശിഷ്യന്മാർ പുഷ്പാർച്ചന ചെയ്താണ് ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. എല്ലാ ശിഷ്യരോടും ഉള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ അനുസ്മരണ സമിതിയുടെ മുഖ്യ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്ന അധ്യക്ഷൻ കലാമണ്ഡലം ഹരിനാരായണൻ, അതുപോലെ തന്നെ ഇതിൻ്റെ സെക്രട്ടറി കലാമണ്ഡലം പ്രദീപ് എന്നിവർക്ക് ഔപചാരികമായി മാത്രം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. കലാമണ്ഡലം ഗോപാലകൃഷ്ണാശാനെ വ്യക്തമായി അടയാളപ്പെടുത്തിക്കൊണ്ടിവിടെ സംസാരിച്ചത് ശ്രീ പാലനാട് ദിവാകരൻ മാഷാണ്. മാഷോട് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ചൊല്ലിയാത്ത പുരസ്കാരം ഏറ്റുവാങ്ങിയ കോട്ടയം പ്രസാദിന്റെ കൊട്ടുവഴികളെ പറ്റിയും വ്യക്തമായി ഇവിടെ നമുക്ക് വരച്ച് കാണിച്ച ട്രസ്റ്റിന്റെ മുഖ്യ സാരഥി കൂടിയായ ശ്രീ KP രാജേന്ദ്രനെ ഔപചാരികമായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ പുരസ്കാരം സമർപ്പിക്കേണ്ടിയിരുന്നത് കലാമണ്ഡലം VC കൂടിയാണ്. അദ്ദേഹത്തിന് ചില സാഹചര്യങ്ങളിൽ വരാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഇതിൻ്റെ പുരസ്കാരദാനം നിർവഹിച്ച ട്രസ്റ്റിന്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള TK അച്യുതനോട് കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ. പ്രശസ്തി പത്രം വായിച്ച് ആശാനെ സ്മരിച്ച് ഇവിടെ സംസാരിച്ച എരുപ്പള്ളി രാമമോഹനോട് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ആശാന്റെ ശിഷ്യ കൂടിയായിട്ടുള്ള യൗമി ഏതാനും ദിവസം മുമ്പ് തന്നെ ഈ പരിപാടി അറിഞ്ഞപ്പോൾ ആശാന് വേണ്ടി എന്ത് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം ആ വേദിയിൽ എന്ന് സൂചിപ്പിച്ച് വിളിച്ചിരുന്നു. അതിനെ സംഘാടകരുമായി ആലോചിച്ച് അവർക്കുള്ള വഴിയൊരുക്കി കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്നലെയും അവരുടെ ഹസ്ബൻഡ് സംസാരിച്ചപ്പോൾ യൗമിക്ക് ആശാനോടുള്ള ബഹുമാനം കൂടുതലുകൊണ്ട് വാക്കുകൾ കിട്ടാതെ കരഞ്ഞു പോകുമോ എന്നൊരു ആശയയൊക്കെ പങ്കുവച്ചു. പക്ഷേ വളരെ പ്രസന്നവദനയായിക്കൊണ്ട് തന്നെ നമ്മളിവിടെ സംവദിച്ച് ഈ പരിപാടിക്കൊപ്പം നിന്ന സൗത്ത് കൊറിയയിലുള്ള യൗമിയോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അവരോടൊപ്പം അവരുടെ സൗത്ത് കൊറിയയിലുള്ള സുഹൃത്തുക്കളും ഈ വേദിയിൽ ഉണ്ട് എന്നത് വളരെയധികം സന്തോഷകരമാണ്. അവരോടെല്ലാം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ചൊല്ലിയാട്ട പുരസ്കൃതനായിട്ടുള്ള കോട്ടയം പ്രസാദ്, അദ്ദേഹം നിരവധി കാലമായിട്ടുള്ള ഒരു സുഹൃത്തു കൂടിയാണ്. ഈ വേദിയിലെ സ്ഥിരം സാന്നിധ്യമായിട്ടുള്ള കോട്ടയം പ്രസാദിന് നമുക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടിയുള്ള സന്തോഷം, അതുപോലെ തന്നെ ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഇവിടെ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വന്നതിനുള്ള കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. ഈ അനുസ്മരണ സമിതി അംഗങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു പുരസ്കാരം ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ സമിതി അംഗങ്ങളോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ. ആശാന്റെ സഹധർമ്മിണി കോമളത്തിനോടൊപ്പം മറ്റു കുടുംബാംഗങ്ങളും ഈ വേദിയിൽ എത്തപ്പെട്ടിട്ടുണ്ട്. അവർക്കെല്ലാമുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള കലാകാരന്മാർ, ആസ്വാദകർ എന്നിവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ എന്ന ആശാനുമായി നിരവധി കാലത്തെ പരിചയമോ ഒരുപാട് ഇടപെടലുകളോ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും വളരെ കുറഞ്ഞ ഇടപെടലുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ചില വേഷങ്ങൾ കണ്ടിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് വെള്ളത്താണ്ടി മനസ്സിൽ ഒരു ആരാധന പുരുഷനായി നിലനിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയാണ്. ആ ആശാന്റെ മറവങ്ങാത്ത സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് വഹിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് ധന്യ
വിജയമാക്കാൻ ഇവിടെ എത്തപ്പെട്ട മുഴുവൻ ആസ്വാദകർക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഇവിടെ പൂർണ്ണമാകുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.